ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് 37-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയാണ്. അവിടെ നീ ഇരക്കാൻ, നീ ദരിദ്രനായി തീരുവാൻ ഒന്നും ദൈവം അനുവദിക്കത്തില്ലെന്നൊരു വചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഓരോ ദൈവമക്കളും എക്കാലത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവം എനിക്ക് തുണ നിൽക്കണം. പൗലോസ് തന്റെ ലേഖനത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, പക്ഷെ ദൈവം എനിക്ക് തുണ നിന്നു. മനുഷ്യരാരും നിങ്ങളെ സഹായിപ്പാനില്ലെങ്കിലും, പ്രതിസന്ധിയുടെ നടുവിൽ മനുഷ്യരാരും നിന്നെ കൈപിടിച്ചുയർത്താനില്ലെങ്കിലും, ദൈവം നിനക്ക് തുണ നിൽക്കുന്ന ദൈവം. ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നറിയാമോ? അവന് തുണയായിട്ട് ദൈവമുണ്ടെന്നുള്ളതാണ്. എത്ര വലിയ പ്രശ്ന സങ്കീർണമായ ജീവിത സാഹചര്യത്തിലൂടെയും അവൻ നടന്നു നീങ്ങുമ്പോൾ അവന്റെ ഉള്ളിലെ കരുത്തും ശക്തിയും എന്താണെന്നറിയാമോ? ദൈവം എന്റെ കൂടെ തുണയായിട്ടുണ്ട്. എന്നിട്ട് അവിടെ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ നിറഞ്ഞു പറയുക, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, നീ നീതിമാനായി ജീവിച്ച് ദൈവം ഒരു തുണയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിക്കുന്ന നിന്റെ ലൈഫില്, നിന്റെ സന്തതിയുടെ കാലത്ത് പോലും അവർ ഇരക്കാൻ അല്ലെങ്കിൽ യാചിക്കാൻ, മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാനായി വർഷങ്ങളായി ജീവിച്ചിട്ട് സന്തതിയുടെ അരാജകത്വവും ദാരിദ്ര്യവും ശൂന്യമായ അവസ്ഥയും കണ്ട് കരയുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, ഇനി വചനം നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചോ. നിന്റെ സന്തതി ആഹാരം ഇരക്കുന്നത്, സ്തോത്രം, യഹോവ കണ്ടിട്ടില്ല. സ്തോത്രം. അതിന്റെ കാരണം എന്താ? നിനക്ക് തുണയായി കർത്താവുണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിയേക്കും ദൈവം തുണയായി നിൽക്കും. സ്തോത്രം. അപ്പൊ എത്ര നീ തകരുമെന്ന് പറഞ്ഞാലും നീ തകരുകയില്ല, എത്ര നീ മുടിയെന്ന് പറഞ്ഞാലും നീ മുടിയുകയില്ല. കാരണം ദൈവം നിനക്ക് തുണയായി കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ജീവിതത്തിന്റെ ശൂന്യാവസ്ഥകൾ കാണുമ്പോൾ പരാജയപ്പെട്ടു പോകുമോ എന്ന് വ്യാകുലപ്പെടുന്നവരോട് ദൈവം സംസാരിച്ചല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒരു കാലത്തും നിന്റെ സന്തതി, സ്തോത്രം, അലഞ്ഞു നടക്കാനും യാചിക്കാനും ഇരക്കാനും ഒന്നും ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നിന്റെ സന്തതി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ദൈവം സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും നക്ഷത്രങ്ങളെ പോലെയും ആക്കി തീർക്കട്ടെ. God bless you.